എല്ലാ മാന്യ സ്നേഹിതർക്കും ഇന്ത്യ ട്രാവൽ വ്ലോഗ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ഡ്രോൺ പറത്താൻ പാടില്ലാത്ത റെഡ് സോൺ മേഖലകളെ കുറിച്ചാവുന്നു. എല്ലാ യൂട്യൂബേഴ്സും ഇത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ധാരാളം യൂട്യൂബേഴ്സ് ഈ സ്ഥലങ്ങളിലെല്ലാം ഡ്രോൺ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സമയമാണ്. അതിലൊന്നാമതായി എറണാകുളത്തെ നേവൽ ബേസ്, നേവിയുടെ ആസ്ഥാനത്ത് എന്നും ഡ്രോൺ പറത്തി വീഡിയോ ചിത്രീകരിക്കാനോ ഫോട്ടോ എടുക്കാൻ പോലും അനുവാദമില്ലാത്ത സ്ഥലങ്ങളാണ്. അതേപോലെ ഇവിടെയെല്ലാം വന്ന് നമ്മൾ സ്ഥലം അറിഞ്ഞിരിക്കാതെ നമ്മൾ ഡ്രോൺ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ CCTV ക്യാമറ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുടുങ്ങുകയും പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരെല്ലാം ഇത് കണ്ടുകൊണ്ട് നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യപ്പെടും. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തടി ഉയരെടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ നേവൽ ബേസ് ഒന്നാമതായി. രണ്ടാമതായി കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഭാഗത്തൊന്നും ഡ്രോൺ പറത്തുവാനായിട്ട് ആർക്കും അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. അതേപോലെ INS ദ്രോണാചാര്യ, ഇവിടെയും നിങ്ങൾക്ക് ഡ്രോൺ പറത്താൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. 13 സ്ഥലങ്ങളിലാണ് നമുക്ക് ഡ്രോൺ പറത്താൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. സെൻട്രൽ ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടി മാത്രം ഇവിടെയെല്ലാം അതിന് വേണ്ടപ്പെട്ട അധികാരികൾക്ക് മാത്രമേ ഇവിടെയെല്ലാം ഡ്രോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ തന്നെ ആർക്കും ഇവിടെ ഡ്രോൺ ഉപയോഗിക്കാൻ അധികാരം ഇല്ല. INS ദ്രോണാചാര്യ മൂന്നാമത്തേതാണ്. അതിനുശേഷം മട്ടാഞ്ചേരി പരദേശി സിനഗോഗ്, അതിന്റെ പ്രദേശത്തൊന്നും ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല. ഈ 2024 ഒക്ടോബർ മാസം 2 യുവാക്കൾ ഡ്രോൺ പറത്തുകയെന്ന് പരദേശി സിനഗോഗിന്റെ മുകളിൽ ഡ്രോൺ പറത്തുകയെന്ന് 2 പേര് അറസ്റ്റ് ചെയ്യപ്പെടാൻ ഇടയായിത്തീർന്നു. അതേപോലെ ഈ ഭാഗത്തൊന്നും നമ്മൾ ഡ്രോൺ പറത്തി ഫോട്ടോ ചിത്രീകരിക്കാനോ വീഡിയോ പിടിക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ലാത്ത റെഡ് സോണാണ്. അതേപോലെ അതിനടുത്തതായിട്ട് കൊച്ചിൻ കോസ്റ്റ് ഗാർഡ്, ആ ഭാഗങ്ങളിൽ നിന്നും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗങ്ങളിലെ പ്രദേശങ്ങളിലൊന്നും തന്നെ ഡ്രോൺ പറത്തി ചിത്രങ്ങളൊന്നും എടുക്കുവാൻ അനുവാദമുള്ള സ്ഥലങ്ങളല്ല. ആ ഭാഗത്തെല്ലാം പ്രത്യേക അനുമതിയോടുകൂടെ അതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾക്ക് മാത്രമേ, സാധാരണക്കാർക്കാർക്കും യൂട്യൂബേഴ്സിനാർക്കും ഈ ഭാഗങ്ങളിലൊന്നും ഡ്രോൺ പറത്തുവാൻ അനുവാദം ഉള്ളതല്ല. അതേപോലെ കൊച്ചിൻ കോസ്റ്റ് ഗാർഡ്, അത് 5-ാമത്തെയാണ്. 6-ാമതായി കേരള ഹൈക്കോടതിയുടെ പരിസരത്തോ ആ പ്രദേശങ്ങളിലൊന്നും തന്നെ ഡ്രോൺ പറത്തുവാൻ അനുവാദമുള്ളതല്ല. അതിനുശേഷം വളരെയധികം പേർ കുടുങ്ങുന്ന അടുത്തൊരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. കാണുമ്പോൾ ഒരു പാർക്ക് പോലെ ആയിരുന്നുവെങ്കിലും മറൈൻ ഡ്രൈവും റെഡ് സോൺ ഏരിയയാണ്. അതുകൊണ്ട് അവിടെയെല്ലാം ധാരാളം ഷിപ്പുകളെല്ലാം വരികയും ബോട്ടുകളെല്ലാം വരികയും ഒക്കെ ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെ ആകുന്നു. നമ്മൾ ബോട്ടിലോ മറ്റുള്ള തീരത്തോ വാക്കുവയിലോ ഇതൊന്നും മറൈൻ ഡ്രൈവിൽ ഡ്രോൺ പറപ്പിക്കുവാൻ വീഡിയോ ചിത്രീകരിക്കുവാനോ ഒന്നും അനുവാദമുള്ളതല്ല. അതും റെഡ് സോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. കേരളത്തില്
പല യൂട്യൂബേഴ്സിനും എവിടെയെല്ലാം ഡ്രോൺ പറത്താമെന്നുള്ളത് വാസ്തവത്തിൽ ധാരാളം പേർക്ക് അറിവില്ല. അതുകൊണ്ട് ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വിവാഹ പാർട്ടികൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ തന്നെ പോലും ഈ ഭാഗങ്ങളിൽ ഡ്രോൺ പറത്തുവാൻ അനുവാദമല്ല. ധാരാളം കൺവെൻഷനുകളും മറ്റുള്ള കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം നടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ഈ ഭാഗങ്ങളിലൊന്നും ആരും തന്നെ ഡ്രോൺ പറത്തുവാൻ അനുവാദം ഉള്ളതല്ല. അതേപോലെ തന്നെ ബോൾഗാട്ടി പാലസ്, അവിടെയും നമ്മളോർക്കും സാധാരണ ഒരു വിശ്രമ കേന്ദ്രമല്ലേ എന്ന് കരുതിയായിരിക്കും നമ്മളിരിക്കുന്നത്. എന്നാൽ അവിടെ ഡ്രോൺ പറത്തിയാലും നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ ഇടയായിത്തീരും. ബോൾഗാട്ടി പാലസിന് ആ പരിസരത്തൊന്നും ഡ്രോൺ പറത്തുവാൻ ആർക്കും അനുവാദമുള്ളതല്ല. അതും റെഡ് സോൺ ഏരിയ ആണ്. അതേപോലെ തന്നെ അടുത്തത് പുതുവൈപ്പിലുള്ള LNG ടെർമിനൽ, അത് 9ാമത്തെ സ്ഥലമാണ്. LNG ടെർമിനൽ പുതുവൈപ്പ്, അവിടെയും നമുക്ക് ഡ്രോൺ പറത്തുവാൻ തക്കവണ്ണം അനുവാദമില്ല. അതെല്ലാം റെഡ് സോൺ ഏരിയ ആണ്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് BPCL, ഭാരത് പെട്രോളിയം, അതിൻ്റെ ആസ്ഥാനമായ ആ പ്രദേശങ്ങളിലൊന്നും തന്നെ ഡ്രോൺ പറത്തുവാൻ അനുവാദമുള്ളതല്ല. അതെല്ലാം റെഡ് സോൺ ഏരിയ ആണ്. അതുകൊണ്ട് പലരും ഈ സ്ഥലങ്ങളൊന്നും അറിയാതെ ബോട്ടിലും മറ്റു പല വെള്ളത്തിലുമെല്ലാം നടന്ന് ഡ്രോൺ പറത്തി പലരുമൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊന്നും നമുക്ക് ഡ്രോൺ പറത്തുവാൻ അനുവാദമുള്ളതല്ല. അത് കഴിഞ്ഞാണ് പെട്രോനെറ്റ്, അത് 11ാമത്തെ സ്ഥലമാണ്. പെട്രോനെറ്റ്, അവിടെയും ഡ്രോൺ പറത്തുവാൻ തക്കവണ്ണം നമുക്ക് അനുവാദമില്ല. അതും റെഡ് സോൺ ഏരിയ ആണ്. അത് 11ാമത്തെ സ്ഥലമാണ് പെട്രോനെറ്റ്. അവിടെയും നമുക്ക് ഡ്രോൺ പറത്തി ചിത്രങ്ങളൊന്നും എടുക്കാൻ, വീഡിയോ എടുക്കാനൊന്നും അനുവാദമുള്ളതല്ല. അതുപോലെ തന്നെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, നമ്മൾക്കും ധാരാളം കണ്ടെയ്നറുകളെല്ലാം വന്നു പോകുന്ന സ്ഥലമാണല്ലോ. അവിടെ ഒന്ന് ഡ്രോൺ പറത്തിയൊരു വീഡിയോ എല്ലാം എടുക്കാമെന്നെല്ലാം നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ ആപത്താണ്. അതും വളരെ റെഡ് സോൺ ഏരിയ ആണ്. ഡ്രോൺ പറത്തുന്നതിന് റെഡ് സോൺ ഏരിയ ആണ്. ആ ഭാഗങ്ങളിലൊന്നും ഡ്രോൺ പറത്തുവാൻ തക്കവണ്ണം അനുവാദമുള്ളതല്ല. അതുകൊണ്ട് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലോ അതിന്റെ പരിസരത്തോ എങ്ങും തന്നെ ആരും ഡ്രോൺ പറത്തി വീഡിയോ ഒന്നും ചിത്രീകരിക്കാൻ ശ്രമിക്കരുത്. ഇതെല്ലാം കുറ്റകരമാണ്. ധാരാളം CCTV ക്യാമറകളെല്ലാം ഉള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് തന്നെ ഇവരിതെല്ലാം കാണുകയും നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആ ഭാഗത്തും നിങ്ങൾ ഡ്രോൺ പറത്തുവാൻ ശ്രമിക്കരുത്. അതിനുശേഷം ഇനി അടുത്തതായിട്ട് 13ാമത്തെ സ്ഥലമാണ് അമ്പലമുകൾ റിഫൈനറി, അതായത് കൊച്ചിൻ റിഫൈനറി എന്ന് അറിയപ്പെടുന്ന സ്ഥലം. അതും വളരെ ആപത്ത് നിറഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് അവിടെയും ഡ്രോൺ പറത്തുവാൻ തക്കവണ്ണം നമുക്ക് അനുവാദമുള്ള സ്ഥലമല്ല. അതെല്ലാം റെഡ് സോൺ ഏരിയ ആണ്. അതുകൊണ്ട് ഈ 13 സ്ഥലങ്ങളും നമ്മളൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. അതുകൊണ്ട് യൂട്യൂബേഴ്സാണ് അധികം പേരും ഈ ഭാഗങ്ങളിലെല്ലാം ചെന്ന് പോലീസിന്റെ പിടിയിൽ അകപ്പെടുന്നത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് തടിയൂരി പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള കാര്യമാണ്. കേസാവും, കോടതിയാവും, ജയിലിൽ പോകും. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊന്നും ഡ്രോൺ പറത്തുവാൻ നമുക്ക് അനുവാദമുള്ളതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഉപകാരപ്രദമായ അനേക വീഡിയോകളും നിങ്ങൾ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.